മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ ചാക്കിട്ട് പിടുത്തത്തെ പറ്റിയുള്ള സംസാരിച്ചു തുടങ്ങി. ഇന്ന് ആദിഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതാണല്ലോ, ഞങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അത് എവിടെ തുടങ്ങിയതാണ്? എവിടെ തുടങ്ങിയതാണ് നമ്മൾ കണ്ടിട്ടില്ലേ? കർണാടകയിൽ, രാജസ്ഥാനിൽ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, ഗോവയിൽ ഒക്കെ ഇവർ പണവുമായിട്ട് നിൽക്കുകയാണ്. അവിടെ പലപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ ഞാൻ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഉടനെ പലപ്പോഴും കോൺഗ്രസ് MLA-മാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി റിസോർട്ട് ബുക്ക് ചെയ്യുകയും ടൂറിസ്റ്റ് ബസ്സുകൾ ബുക്ക് ചെയ്യുകയും കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരെ കുറ്റം പറയും. പക്ഷെ അതിനൊരു മറുവശം കൂടെ ഇല്ലേ? അതായത് ഭീഷണിപ്പെടുത്തി പണം കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കൂടി അവിടെ. അതുകൊണ്ടല്ലേ ഒരുപക്ഷെ കോൺഗ്രസിന് അവരെ സംരക്ഷിക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്യപ്പെട്ടു. ഒരു ട്രെയിൻ ടിക്കറ്റിലേക്ക് പോകാൻ അവർക്ക് സാധ്യതയില്ലാത്ത രീതിയിൽ ഇവർ നശിപ്പിക്കുകയല്ലേ. ഇനിയും ഞങ്ങളെപ്പറ്റി, ഞങ്ങൾക്ക് പണം നൽകുന്നതിനെ പറ്റി പറയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഞങ്ങൾക്ക് എവിടെ തൊട്ടാ പണം കൊടുക്കാൻ തുടങ്ങിയത്, ഞങ്ങളെ വശീകരിക്കാൻ തുടങ്ങിയത് ഞാൻ പറയാം. അതായത് BJP-യുടെ നിലപാടിനെ പറ്റി, ഇവർ ഈ പണം കൊടുത്ത് വശീകരിക്കുന്നതിനെ പറ്റി ഒരു ഡിജിറ്റൽ എവിഡൻസ്, ഒരു ഡിജിറ്റൽ സാഹചര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. 2017 അതായത് നരേന്ദ്ര പട്ടേൽ എന്ന് പറയുന്ന പട്ടേൽ സംവരണ പ്രക്ഷോഭ നേതാവ് 2017 ഗുജറാത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി. അന്ന് ഗുജറാത്ത് ഇലക്ഷന്റെ സമയമാണ്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം 10 ലക്ഷം രൂപയുടെ നോട്ട് എടുത്തു വെച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്. അതായത് എന്നെ വശീകരിക്കാൻ വേണ്ടി 1 കോടി രൂപ BJP-ക്കാർ ഓഫർ ചെയ്തു. അവരെനിക്ക് ഇന്ന് അഡ്വാൻസ് എന്നത് 10 ലക്ഷമാണ് എന്ന് പറഞ്ഞ BJP-യിൽ ചേർന്നു. രാത്രിക്ക് രാമാനം അദ്ദേഹം പ്രസിനെ വിളിച്ചിട്ട് ഈ 10 ലക്ഷം രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന BJP എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതല്ലേ, ഡിജിറ്റൽ തെളിവുകൾ അന്ന് മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്തല്ലേ. അപ്പൊ ഇവർ പണം കൊടുത്ത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളെയും ഈ പറയുന്ന ആം ആദ്മിക്കാരെയും. പക്ഷേ ആം ആദ്മിക്കാരൻ പോയിട്ടില്ല. അതിന് ലേറ്റസ്റ്റ് ഉദാഹരണോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് വരാം. അവിടെ എന്താ സംഭവിച്ചത്? അതായത് കുൽദീപ് കുമാർ എന്ന് പറയുന്ന മേയർ സാധ്യതയായിട്ടുള്ള മേയറായി ജയിക്കേണ്ട ഒരു മനുഷ്യനെ അട്ടിമറിച്ചുകൊണ്ട് അനിൽ മഹസ് എന്ന് പറയുന്ന ഇവരുടെ റിട്ടേണിംഗ് ഓഫീസർ, ഭരണാധികാരി കാണിച്ച വൃത്തികേട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായമല്ലേ. സുപ്രീം കോടതി അവിടേക്ക് ചെന്നപ്പോൾ പറഞ്ഞ എന്താണ്? പബ്ലിക്കായിട്ട് ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. അതായത് കുതിരക്കച്ചവടത്തിന് സാഹചര്യം ഒരുക്കുന്നുവെന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതിയും പരമോന്നത ജഡ്ജിയും വാക്കാൽ നിരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടില്ലേ.